ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ സ്കൂളിലെ എൻ്റെ കുട്ടികളൊക്കെ ഇന്ന് എൻ്റെ ഫ്ലാറ്റിലേക്ക് വരികയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഇന്ന് സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ സ്പോർട്സ് ഡേക്ക് അവിടെ സ്പോർട്സ് കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ഗ്രൗണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ട് കണ്ടക്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. സോ എല്ലാവരെയും വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ഞാനൊന്ന് ബാൽക്കണി വന്നിട്ട് വെതറൊക്കെ നോക്കുവാണ്. പിന്നെ എൻ്റെ പഴയ വ്ളോഗ് കാണുന്നവർക്കറിയാം എനിക്ക് പ്ലാന്റ്സിനോട് ഭയങ്കര ഇഷ്ടമുള്ളത്. അപ്പം ഇപ്പോൾ എന്നോട് ചോദിക്കലുണ്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ എങ്ങനെയാണ് പ്ലാന്റ്സൊക്കെ ഇപ്പോഴും ഉണ്ടോ, എങ്ങനെയാണ് ഇപ്പോഴും ആ ഭ്രാന്തുണ്ടോ എന്നൊക്കെ. അപ്പോൾ ഇപ്പോൾ ആക്ച്വലി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് സമയമില്ലാത്തത് കൊണ്ട്. അപ്പോൾ ഇവിടേക്ക് ആക്ച്വലി ഹാങ്ങിങ് പ്ലാന്റ്സ് ആയിരുന്നു, അതൊക്കെ ഇങ്ങനെ ഓവറായിട്ട് ഗ്രോ ചെയ്ത് കട്ടൊന്നും ചെയ്യാതെ വളർന്ന് ഇതായി കിടക്കുമായിരുന്നു. ഇപ്പം ഞാൻ അതെല്ലാം മാറ്റിയിട്ട് ഇതുപോലെ കലാത്തിയ ഈസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ്സ് മാത്രം വെച്ചു. പിന്നെ കുറേ പ്ലാന്റ്സൊക്കെ ഇപ്പം ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ്. സോ അപ്പോൾ ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേനും മഴ പെയ്യുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. ചെറുതായിട്ടൊരു ചാറ്റൽ മഴ. നമുക്ക് പ്രാക്ടിക്കലി ഈ ഒരു ദിവസം സ്പോർട്സ് ഡേ പോസ്റ്റ്പോൺ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. കാരണം കമ്മിങ് വീക്കിൽ എക്സാംസ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് ഓണം ഹോളിഡേയ്സ് ആണ്. അപ്പോൾ നമുക്കത് പോസ്റ്റ്പോൺ ചെയ്യാൻ പറ്റില്ല. അപ്പം എനിഹൗ ഇന്ന് തന്നെ നടത്തണം, എന്തായാലും ഇന്ന് തന്നെ നടത്തും എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേനും പെരുമഴയൊക്കെയാണ്. പക്ഷെ ഞാൻ വെച്ചോ കുഴപ്പമൊന്നുമില്ല, 10 o'clock വരെ നമുക്ക് സമയമുണ്ട് അതിനുള്ളിൽ സെറ്റാക്കാം എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ നമ്മുടെ സെറ്റ് ചെയ്യുകയാണ്. അപ്പം എൻ്റെ ഈ സെറ്റ് വെൽവെറ്റിൻ്റെ ടെക്സ്ചറാണ്, വെൽവെറ്റിൻ്റെ മെറ്റീരിയലായിരുന്നു. സോ അത് പെട്ടെന്ന് സ്ട്രെയിൻ ആവാനൊക്കെ ഉണ്ട്. അപ്പം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇതിലൊരു കവർ ഇടാമെന്ന് വിചാരിച്ചു. സോ ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ഓർഡർ ചെയ്ത കവർ കേട്ടോ. ഇതിൻ്റെ ഒരു പിങ്ക് ഷെയ്ഡാണ്, ഞാൻ ലാവൻഡർ പിങ്ക്, നമ്മുടെ ആ ഒരു വോൾ പെയിൻറ്റിൻ്റെ ഷെയ്ഡാണ് ഞാൻ ഓർഡർ ചെയ്തത്. പക്ഷേ ഇങ്ങനെയാണ് വന്നത്. പിന്നെ ഇറ്റ്സ് ഓക്കെ, നമ്മളൊരു കവറാണല്ലോ, അങ്ങനെ വിചാരിച്ചു വിട്ടു. അപ്പോൾ നമ്മുടെ കുട്ടികൾ 1 by 1 വന്നിട്ടുണ്ട്. റസാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ്. നമ്മുടെ ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ലാസ്റ്റ് മിനിറ്റ് അവരുടെ പ്രിപ്പറേഷൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഫ്ലാറ്റിൻ്റെ എൻട്രൻസിൽ അവിടെ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അവിടെ കുറച്ച് തണലുണ്ട്. പിന്നെ താങ്ക്ഫുള്ളി അപ്പോഴത്തേനും ഒരു പെർഫെക്റ്റ് വെതറായിട്ട് മാറി. കാരണം മഴയെല്ലാം മാറി അധികം വെയിലില്ലാതെ ഒരു നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വെതറായിരുന്നു. സോ അപ്പം നമ്മളെല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി ആയി. കാരണം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതെ നമുക്ക് ആ പ്രോഗ്രാം എത്രയും പെട്ടെന്ന് കണ്ടക്ട് ചെയ്യാം എന്നുള്ളൊരിതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇത് ഇത്രയും നമ്മുടെ ക്യാബിൽ വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇനി സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യുന്ന കുറച്ച് കുട്ടികളെയും കൂടി സെക്കൻഡ് റൗണ്ട് പോയി പിക്ക് ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ അങ്ങനെയാണ്. അതും കൂടി കഴിഞ്ഞിട്ട് അവരും എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള സ്റ്റാഫ് മെമ്പേഴ്സും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോഗ്രാഫേഴ്സും കൂടി വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാംസ് തുടങ്ങാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ഒരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ഇവിടെ വെച്ച് കണ്ടക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാവരും എന്നോട് ഭയങ്കര പോസിറ്റീവായിട്ട് അതിനെന്താ, അത് നല്ല കാര്യമല്ലേ ചെയ്തോ, അല്ലാതെ ആർക്കും നമ്മുടെ ഈ ബോർഡില്ലേ അതിൻ്റെ താഴേക്കാണ് നമ്മുടെ പാർക്കിംഗ് വരുന്നത്. അപ്പോൾ അവിടെ പോയി വണ്ടി അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ആരും പറഞ്ഞില്ല. എല്ലാവരും ഭയങ്കര ഹാപ്പിലി ഭയങ്കരമായിട്ട് വെൽക്കമിങ് ആയിരുന്നു. നമ്മുടെ ഫ്ലാറ്റിൽ ഉള്ള താമസിക്കുന്ന ആൾക്കാരാണെങ്കിലും അതുപോലെ അവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ സെക്യൂരിറ്റി ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവരും ഭയങ്കര ഒരു വെൽക്കമിങ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു അവരങ്ങനെ പോസിറ്റീവായിട്ട് എന്നോട് കൊണ്ടുപോകാൻ നമുക്ക് അടിപൊളിയായിട്ട് പ്രോഗ്രാം അടിപൊളിയാക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ. സോ അങ്ങനെ ബാക്ക്വേർഡ് വാക്കിങ് അങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ നടത്തുവാണ്. ഞങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രാക്ടീസസൊക്കെ സ്കൂളിൽ വെച്ച് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ പെർഫോം ചെയ്തു. പിന്നെ PGയിലുള്ള കുട്ടികളാണ്, അതൊരു 2 years 2.3 years ആ ഒരു ഏജ് ഗ്രൂപ്പാണ്. അവർക്ക് മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട്, ഇൻസ്ട്രക്ഷനൊക്കെ അവർക്ക് ഫോളോ ചെയ്യാൻ അത് അന്നൊരു ഏജ് ആയിട്ടില്ല. ബാക്കി എല്ലാവരും അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനൊക്കെ ഉണ്ട്, അത് നെക്സ്റ്റ് വീക്കിലുണ്ട്. സോ എല്ലാവരും നല്ലപോലെയൊക്കെ എൻജോയ് ചെയ്തു. അതിനുശേഷം 12 ഒക്കെ ആയപ്പോഴത്തേനും കുറച്ച് വെയിൽ വരാൻ തുടങ്ങിയപ്പോഴത്തേനും ബാക്കി പ്രോഗ്രാം ഞാൻ ഇൻഡോർ ചെയ്യാമെന്ന് വിചാരിച്ച് അകത്തേക്ക് കുട്ടികളെ കൊണ്ടുവന്നു. ഇവരിങ്ങനെ ബട്ടർഫ്ലൈസിനെ പോലെ ഇങ്ങനെ ഓൾ ഓവർ ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു. സ്റ്റാഫ് എല്ലാവരും ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ, കുട്ടികൾക്ക് ജ്യൂസും വാട്ടർ മെലണൊക്കെ ആണ് കൊടുത്തത്, ഡീഹൈഡ്രേഷനൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ കൊടുക്കുകയാണ്. ഇതാണ് ടേർട്ടിൽ വോക്ക്. ഈ മേളിൽ വച്ചേക്കുന്ന ബുക്ക് താഴെ വീഴാണ്ട് ബാലൻസ് ചെയ്ത് പോകണം, അതാണ് ഗെയിം. അപ്പോൾ അതൊക്കെ കണ്ടക്ട് ചെയ്തു. അതൊക്കെ നമുക്ക് ഇൻഡോർ വെച്ച് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ബെറ്റർ എന്ന്. പിന്നെ ബാക്കിയുള്ള കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാൻ
TV ഒക്കെ ഇട്ട് കൊടുത്തു. നമുക്ക് 2 പാരൻസ് വന്നിട്ടുണ്ടായിരുന്നു, 2 മദേഴ്സ്. ബാക്കി എല്ലാവരും നമ്മളങ്ങനെ പാരൻസിനെ അങ്ങനെ സ്പെഷ്യലി ഇൻവൈറ്റ് ചെയ്തിട്ടില്ല. വരണം എന്നുള്ളവർക്ക് വരാം, അങ്ങനെയാണ് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വെച്ച് ബലൂൺ ബ്ലാസ്റ്റിംഗ് ആണ്. ബട്ട് ആക്ച്വലി ഇതിന് ശേഷമുള്ള വീഡിയോസ് ഞാൻ എടുക്കാൻ മറന്നുപോയി കേട്ടോ. വ്ളോഗ് ചെയ്യാന്നുള്ളത് ഞാൻ മറന്നുപോയി. അപ്പോൾ ഞാൻ വേറൊരു ബിറ്റ് ആഡ് ചെയ്യാം. In the house of my wife and daughter, you will not see any minute of the today.